വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ ശാലിനിയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിലേക്ക് പോകുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ രാമേട്ടൻ തിരക്കുന്നുണ്ട്. അന്നേരം എവിടെയാണെങ്കിലും ജീവൻ ആപത്തൊന്നും വരാതെ രക്ഷയായിട്ട് ഇരുന്നാൽ സുഖമായിട്ടിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. എന്നാൽ ശാലിനി ഒരു ചെയിനൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതിങ്ങനെ കാറിലിരുന്നെടുത്ത് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അരുണയുടെ കുട്ടിക്ക് കൊടുക്കാനായിട്ട്. അതേസമയം അവിടെ ഹോട്ടലിലാണെങ്കിൽ ശാരിക ഇങ്ങനെ ആ ഒരു കുട്ടിയുടെ കാര്യമൊക്കെ അവരോട് ഹോട്ടൽ നടത്തുന്ന അവരോട് പേര് പറയുന്നുണ്ട്. അവരുടെ പേര് എന്താണെന്ന് ഗാർഗി എന്നാണെന്ന് കാണിക്കുന്നില്ല, കിച്ചൻ്റെ പേര് അങ്ങനെയാണ്. അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മോളുടെ പേര് എന്താണെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദ എന്തോന്ന് പേരിടണമായിരുന്നു, അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറഞ്ഞ് വിഷമിക്കുകയാണ്. ശാരികയാണെങ്കിൽ ആ ഒരു നൈറ്റി വേഷം തന്നെയാണ്, പക്ഷെ തലയിൽ കൂടി ആ ഒരു തോർത്ത് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തട്ട ഇട്ടേക്കുന്നത് പോലെ അങ്ങനെ ഒരു തോർത്ത് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഈ റസാക്കിനെ പോലെയുള്ള ആളുകളൊക്കെ വരുന്നാൽ ശാരിക തിരിച്ചറിയുമല്ലോ, അതുകൊണ്ട്. അതിനുശേഷം അവിടെ ശാലിനിയാണെങ്കിൽ അവിടെ അരുണയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അരുണ ഓടി ചെല്ലുകയാണ്. അന്നേരം മോൾക്ക് എന്താ പേരിട്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഐശ്വര്യമാണ് ഈ കുട്ടിയെക്കുറിച്ചൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മിയെ കാണണ്ടേ വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ശാലിനിയെ വിളിച്ചുകൊണ്ട് അരുണയാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അതേസമയം അവിടെ ചടങ്ങിൽ ഈ മുത്തശ്ശൻ്റെ മടിയിൽ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശാലിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നതേ കാണിക്കുന്നുള്ളൂ, കുഞ്ഞിനെ കാണുന്ന ആ ഒരു സീൻ കാണിക്കുന്നില്ല. ഇനി കുഞ്ഞിനെ കാണുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതോ ഇനി കളക്ടർ ആയതുകൊണ്ട് ശാലിനിക്ക് ഇനി അപ്പോഴിനി അത്യാവശ്യമുള്ളൊരു കോള് വന്നിനി പോകുമോ, കുഞ്ഞിനെ കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും. ബാക്കി വഴിയേറിയും. ഓക്കെ, താങ്ക് യു.